സന്ദീപിൻ്റെ അനുഭവത്തിൻ്റെ കൂടി ബലത്തിലാണ് സംസാരിച്ചത്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പൊതു എന്ന് പറയുന്ന ഈ കഴിഞ്ഞ IFFKയിൽ ശ്രദ്ധേയമായ നേരത്തെ രണ്ടുപേരും സംസാരിച്ച വിഷയത്തെ തീർച്ചയായും സിനിമയ്ക്ക് മേലുള്ള അധികാരങ്ങൾ എന്നത് അത് സിനിമയും അധികാരവും എന്നോ സിനിമയുടെ അധികാരം എന്നൊക്കെ നമുക്ക് അഭിപ്രായമാണ് കേട്ടോ. തീർച്ചയായും മറ്റ് ആ ഘട്ടത്തിലാണ് ഒരുപക്ഷെ ആവേശത്തിലും ഇത് തന്നെയാണ് വരികയുണ്ടായി. അവിടെയൊക്കെ അതുകൊണ്ടാണ് സിനിമ എന്നൊരു മീഡിയം തിരഞ്ഞെടുത്തത്. വിക്ടോറിയ എന്ന സിനിമ എഴുതുന്ന സമയത്ത് അത് KSFDC നിർമ്മിക്കുന്ന സ്ത്രീ സിനിമകളിലെ 5ാമത്തെ സിനിമയായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഇടപ്പള്ളി പള്ളിയിൽ നേർച്ച കൊടുക്കാനായിട്ട് കൊടുക്കുന്ന ഒരു കോഴിയാണെന്ന്. അപ്പോൾ അത് ഒരു ലേഡീസ് ഓൺലി പാർലറിൽ ഒരു പൂവൻകോഴി എന്നൊരു ഇമേജ് അന്ന് തലയിൽ കയറി. അങ്ങനെ അതൊരു ചെറിയ നോട്ടായിട്ട് മൊബൈലിൽ എഴുതിയിട്ടു. പിന്നെ ആണ് KSFDCയുടെ ഒരു ഇതിന് അപ്ലൈ ചെയ്യുന്നതും. അവിടെ എനിക്ക് വളരെ പരിചയമുള്ള, ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബ്യൂട്ടി പാർലറാണ്. അവിടെ ഇരുന്ന് ആ ചേച്ചിമാരോട് സംസാരിക്കുകയും അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഫ്രണ്ടാണ് വിക്ടോറിയ എന്നൊരു പെൺകുട്ടി. അപ്പോൾ അവളുടെ പേര് ഞാൻ മോഷ്ടിച്ചോട്ടെ എന്ന് അവളോട് ചോദിച്ചു. അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. സിനിമ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഒരു പുരുഷ വിരുദ്ധത അങ്ങനെ രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആ സ്കോപ്പിൽ അതിൻ്റെ ആവശ്യം തോന്നിയില്ല നമുക്ക്. സ്ത്രീകൾ സംസാരിക്കുന്നത് കേൾക്കുക എന്നുള്ളത് 2 തരത്തിൽ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഞാനത് കേട്ടിട്ടാണ് എൻ്റെ നാട്ടിലും ജീവിതത്തിലും ഒക്കെ എൻ്റെ ജീവിതത്തിൽ സ്ത്രീകൾ സംസാരിക്കുന്നത് ഒരുപാട് കേട്ടിരുന്ന അവരുടെ കഥകൾ കേട്ടിട്ട് അതിൽ നിന്നൊക്കെ ഞാൻ മോഷ്ടിച്ച കാര്യങ്ങളാണ് ഈ സിനിമയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് നമ്മൾ ലിസ്ണിംഗ് എന്നുള്ളൊരു ഐഡിയയിൽ ഒരു തലം. 2ാമത്തെ തലം എന്ന് പറയുന്നത് നമ്മൾ എത്ര സിനിമയിലാണ് സ്ത്രീകൾ സ്ക്രീനിൽ ഇരുന്ന് സംസാരിക്കുന്നത്, അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത്. എസ്പെഷ്യലി മലയാള സിനിമയിൽ എത്ര സിനിമയിലാണ് നമ്മൾ 2 സ്ത്രീകൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ബെക്ഡൽ ടെസ്റ്റ് എന്നൊക്കെ പോലെ 2 സ്ത്രീകൾ ആണുങ്ങളെ കുറിച്ചല്ലാതെ സംസാരിക്കുന്ന ഒരു സീനെങ്കിലും വേണം, എന്നാലാണ് ബെക്ഡൽ ടെസ്റ്റ് പാസ്സാവുക ഒരു ചോദ്യം. തീർച്ചയായും സൗന്ദര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കൂടിയാണ് എന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. നെറ്റ്വർക്കിനകത്ത് മാത്രമേ ഇത് പോസിബിൾ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇതിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ക്യാപിറ്റൽ മാത്രമല്ല, ഈ പല പല ഫ്രെയിം വർക്സിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ വേറെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും നല്ല സിനിമകൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ ഏതെങ്കിലും പ്രദർശിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. ഞാൻ അത് ഫിലിം സൊസൈറ്റികളെ ഏൽപ്പിക്കുന്ന ആൾക്കാർ പറയാം. അങ്ങനെ അല്ലാതെ രാകേഷ് ശർമ്മയുടെ ഫിലിം വളരെ നൊട്ടോറിയസ് ആയിട്ട് നമുക്കറിയാം. അനുപം ഖേർ എന്ന CBFCയുടെ ഇട്ടായിരുന്നപ്പോഴുള്ള വലിയ ചർച്ചകളൊക്കെ നടന്ന് ഫൈനൽ സൊല്യൂഷൻ ബാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ രാകേഷ് ഭായ് തന്നെ ഇപ്പോൾ അത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പല പല കോപ്പികൾ യൂട്യൂബിലുണ്ട്. വേണ്ടവർക്ക് ഇതെല്ലാം പോയി കാണാം. നമ്മൾ കാണുന്നില്ല എന്നുള്ളത്. ഇപ്പം ജനങ്ങളുടെ ഒരു ഇതിനോടുള്ള റെസ്പോൺസിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. എങ്ങനെയാണ് ഇപ്പം ജോസഫ് സാറ് പറയുന്നത് പുതിയ ജനറേഷൻ ഇതിലൊക്കെ കുറെ അവെയർ ആണ്. പക്ഷെ എനിക്കതൊരു ഗ്രൗണ്ടിൽ ഇത് കാണുന്നില്ല എന്നുള്ളൊരു സാധനവും ഉണ്ട്. ഇവരെല്ലാവരും ഇതിനെപ്പറ്റി അവെയർ ആണെങ്കിൽ എന്തുകൊണ്ട് ഇത് പ്രതിഷേധം നമ്മൾ പുറത്തേക്കുന്നത്? ആകെ ഈ ഒരു 11 വർഷത്തിൽ മേജറായിട്ട് നടന്ന ഒരു കർഷക സമരവും പിന്നെ ഒരു CCA അങ്ങനെ ആയിപ്പോയി. ജോസഫ് സാർ പറഞ്ഞതുപോലെ ഇത്തരം ഫിലിം സൊസൈറ്റികളാണ് ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ സിനിമ എന്താണ്, കാണേണ്ട സിനിമ എന്താണ് എന്ന് നമ്മളെ കാണിക്കുന്നത്. മറ്റൊരു വഴി നമുക്കില്ല എന്നുള്ളതാണ്. അതിന്റെ ക്രൂവും ഒക്കെ ക്യാമറമാൻ അടക്കം നവാഗതരായ ശ്രദ്ധേയമായിട്ടുള്ള സിനിമ എന്ന് പേര് കേട്ട മൾഹോളൻഡ് ഡ്രൈവ് എന്ന ചിത്രവും ഉടൻ തന്നെ പ്രദർശിപ്പിക്കും.